ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിതാ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഉണക്കമുളക്, അതുപോലെ തന്നെ കുറച്ച് കറി ലീഫ്, ആവശ്യത്തിനുള്ള കുറച്ച് പുളി, തേങ്ങ, അതിനായി ആവശ്യത്തിനുള്ള ഉപ്പ്, ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇതിൽ ചേർക്കുന്നത്. നോർമൽ നമ്മളിത് ചമ്മന്തിക്ക് ചേർക്കുന്ന ഐറ്റംസ് തന്നെയാണ്. ഈ ചമ്മന്തിയുടെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്, ഇത് നമ്മൾ പപ്പടം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനൊരു ഇല്ലാലത്തിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാക്കിയിട്ട് അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുളക് ഒരു 10, ഞാൻ ഇപ്പോൾ ഒരു 10-12 എടുത്തിട്ടുള്ളത്. അത് നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറച്ചൊക്കെ എടുക്കാം. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ അതൊന്ന് നന്നായിട്ടൊന്നിങ്ങനെ വറുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അതിനോട് കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, പിന്നെ നമ്മളെ കറി ലീഫ് എല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനോട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ആ ഇഞ്ചി എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് ഞാൻ ആ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനോട് കൂടെ തന്നെ അതൊന്ന് ശരിയാവുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ തേങ്ങ, എനിക്കിവിടെ ചെറിയിട്ടുള്ള തേങ്ങ മേടിക്കാൻ കിട്ടുന്നത് നിങ്ങൾക്ക് ഞാൻ മുന്നത്തെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കൂടുതൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇത്രയും ഒരു പുളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ ആ വഴറ്റിയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ആദ്യം അതൊന്ന് അടിച്ചെടുക്കണം. ആ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ പപ്പടം നോർമലി ഞാൻ നേരത്തെ ആ മിളകെല്ലാം ഒന്ന് ചൂടാക്കിയിട്ടുള്ള ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള ഒരു 3 പപ്പടം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. വറുത്തെടുക്കുക. നമ്മൾ പപ്പടം നോർമലി നമ്മൾ പപ്പടം വറുക്കുന്ന പോലെ വറുത്തെടുത്തിട്ട് അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇത് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തി നിങ്ങൾ എത്ര പേരുണ്ടാക്കിയതെന്നുള്ളത് എനിക്ക് കമൻറ്റ് അയക്കണം. ഈ ഒരു രീതിയിൽ കേട്ടോ. ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കും, പക്ഷേ ഈ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. വേറെ ഒന്നും തന്നെ കറികളില്ലെങ്കിലും ഇത് മാത്രം കൂട്ടി നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് വയറ് നിറച്ച് നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ് കേട്ടോ. ചോറിന് മാത്രമല്ല ഇഡ്ഡലിക്കും ദോശയ്ക്കും ഇത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ